നിങ്ങളൊക്കെ രണ്ടുപേരും കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ ഇദ്ദേഹത്തിന്റെ ഹൗസ് വാമിങ്ങിന് നിങ്ങൾ പോയൊരു സാധനം എനിക്ക് എന്റെ ജീവിതത്തിൽ നിന്ന് മറക്കാത്തൊരു സംഭവം. ഞാൻ ഇദ്ദേഹത്തിന്റെ വീട്ടിൽ പോയപ്പോൾ ഞാൻ ചോദിച്ചാ അതൊക്കെയാണ് നിങ്ങളൊക്കെ ഉള്ള ഒരു സുഹൃത്ത് വലയം എന്ന് പറയുന്നത് അല്ലെ? ഈ സിനിമയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ടോയുടെ കൂടെ അഭിനയിക്കുന്നു, എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ സന്തോഷമില്ലായിരുന്നു. വളരെ സന്തോഷം. ഈ സിനിമ നമ്മളെ കൂടെ ചേർത്ത് വെച്ചതില്ല എനിക്ക് വലിയ സന്തോഷം തോന്നി. കാരണം ഞാൻ ചെയ്യുന്ന ഈ വേഷം ചെയ്യാൻ മലയാളത്തിൽ എന്നെക്കാൾ നല്ല നടന്മാർ ഒരുപാട് ആളുകളുണ്ട്. അത് എന്നിലേക്ക് എത്തുകയും അത് ഞാൻ ആ പ്രമോദേട്ടൻ ചെയ്താൽ കൊള്ളാം എന്ന് അവരുടെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്ക് തോന്നിയ ആ തോന്നലിന് ആദ്യം ദൈവത്തോട് നന്ദി പറഞ്ഞു. പിന്നെ വളരെ സന്തോഷം, രസകരമായ, നമുക്ക് 65 ദിവസം എങ്ങനെ പോയെന്നറിഞ്ഞില്ല. എല്ലാം കൊണ്ടും ഈ സിനിമയോട് മാനസികമായി വല്ലാതെ കടപ്പെട്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഇപ്പോൾ പറഞ്ഞ വീടിൻ്റെ പാലുകാഴ്ച എന്നൊക്കെ പറയുന്നത് അത് ഈ സിനിമയിൽ നിന്നുണ്ടായതാണ്. അത് ആ സിനിമയിൽ അവിടെ നിന്നാണ് ഇവരെല്ലാം എൻ്റെ വീട്ടിലേക്ക് വരും. നമ്മൾ ഈ സിനിമയുടെ മുഴുവൻ ആളുകളും വരികയും അപ്പം വല്ലാത്തൊരു ആത്മബന്ധം ഈ സിനിമയോടുണ്ട്. കഥാപാത്രത്തോടും എന്നാലാകുന്ന രീതിയിൽ നീതി പുലർത്താൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് മോശമല്ല എന്നാണ് എൻ്റെ വിശ്വാസം. അത് ഞങ്ങളെല്ലാവരും ഒരു എന്താ പറയുക, ഒരാൾ ഒരു സിനിമ കാണാൻ വരുമ്പോൾ അദ്ദേഹം എന്താണ് മനസ്സിൽ ചിന്തിക്കുന്നത്, ഒരു കുറച്ച് നേരത്തെ ഒരു എൻ്റർടൈൻമെൻറ്റ്, അത് തീർച്ചയായും ഈ സിനിമ കൊടുക്കും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ആളുകളെ തിയേറ്ററിൽ കയറ്റാൻ പറ്റുന്ന, അല്ലെങ്കിൽ അവർ കണ്ടിരിക്കുന്ന അവരുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല നിമിഷങ്ങളെ സന്തോഷകരമാക്കും എന്നുള്ള കാര്യമാണ് ഉറപ്പ്. പിന്നെ ഇതിൻ്റെ കൂടെ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വൈബുണ്ടല്ലോ, അത് എന്നെ മലയാള സിനിമയിൽ നിർത്തിയതും ഇദ്ദേഹമാണ്. കളയിലാണ് എനിക്ക് നിൽക്കാനൊരു സ്പേസ് തന്നത്. അതിന് മുമ്പ് ചില സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും കളയാണ് എനിക്ക് ഞാനൊരു സിനിമ നടൻ അല്ലെ സിനിമയിലെത്തി എന്ന് പറയാമെന്ന്. അവിടുന്ന് പിന്നെ മോശമില്ല നിലവിളിച്ചും ഇപ്പോൾ ഇത് 3ാമത്തെ സിനിമ. ശരിക്കും പറഞ്ഞാൽ നടികർത്തലത്തിലും മൊത്തം എല്ലാം കൂടെ 54 സിനിമയാണ്. ഇപ്പൊ 54 അപ്പം അങ്ങനെ ഒരു മോശമല്ലാത്ത ഒരു ജേർണി കിട്ടുന്നുണ്ട്. അതൊക്കെ എന്നെ ചേർത്ത് നിർത്തിയതിൻ്റെ ഇതാണ്. കള പോലൊരു സിനിമയിൽ എന്നെ മോശമല്ലാത്തൊരു കഥാപാത്രം ചേർത്ത് നിർത്താൻ ആളുണ്ടെങ്കിൽ ചേർന്ന് നിൽക്കുമ്പോൾ എന്ത് സുഖമാണല്ലേ? തീർച്ചയായും ചേർത്ത് നിർത്തേണ്ട കാര്യമൊന്നുമില്ല. പുള്ളി പെർഫോം ചെയ്ത് സ്വയം നേടിയതുണ്ടോ? നമുക്ക് അങ്ങനെ ചേർത്ത് നിർത്താൻ മാത്രം ആരുമല്ല. ചേർന്ന് നിൽക്കുമ്പോൾ ഒരു സുഖമുണ്ട്. നമുക്കെന്നും അഭിമാനത്തോട് പറയാൻ പറ്റുന്ന ഒരു സാധനം ഉണ്ടല്ലോ. ടോബി എന്നെ കൈ പിടിച്ചാൽ എനിക്ക് ആ കയ്യിൽ പിടിക്കുമ്പോൾ ഒരു സുഖം ഉണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മള് ഒരു ഏത് സിനിമയാണെങ്കിലും ചെയ്യുന്ന സമയത്ത്, ഷൂട്ടിങ്ങിന്റെ സമയത്ത് എല്ലാവരും സന്തോഷമായിട്ടിരിക്കുകയും, നമ്മൾ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ചെയ്യുന്നതിനേക്കാൾ ഇഷ്ടപ്പെട്ട് ചെയ്യേണ്ട ഒരു ജോലിയാണുള്ളത് ഒരു ക്രിയേറ്റീവ് വർക്ക് ആവുന്ന സമയത്ത്. അപ്പൊ ആ സമയത്ത് നമുക്ക് ഏറ്റവും ചുറ്റുപാടും ഏറ്റവും നല്ല ആൾക്കാരുണ്ടാവുകയും നമ്മളോട് സ്നേഹമുള്ളവരും നമുക്ക് സ്നേഹമുള്ളവരും ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. കളയൊക്കെ അങ്ങനെ സംഭവിച്ചിട്ടുള്ള സിനിമയാണ്. അതൊരു സൗഹൃദത്തിന്റെ പുറത്ത് തന്നെ സംഭവിച്ചിട്ടുള്ള സിനിമയാണ്. അതിനകത്തുള്ള എല്ലാവരും തമ്മിൽ ആ ഒരു സൗഹൃദം ഉണ്ടായിരുന്നുകൊണ്ടാണ് ആ ഒരു ബഡ്ജറ്റിൽ നമുക്ക് അങ്ങനെ ഒരു സിനിമ ഒരിക്കലും ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആണ് അത് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതുപോലെ എല്ലാ സിനിമയുടെയും പ്രോസസ്സ് നമ്മൾ എൻജോയ് ചെയ്യണമല്ലോ. എൻഡ് റിസൾട്ട് നമുക്ക് തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് കള പോലെ ഇത്രയും ഫിസിക്കൽ നമുക്ക് സ്ട്രെയിൻ ഉള്ളൊരു സിനിമ എനിക്കൊരു പരാതി ഉണ്ടായിരുന്നില്ല. എല്ലാ ദിവസവും ഞാൻ വളരെ എക്സൈറ്റഡ് തന്നെയാണ് ഷൂട്ടിന് വന്നത്. അതെന്റെ ശരീരത്തിലെ വേദനകൾ ഇല്ലാഞ്ഞിട്ട് ഒന്നുമില്ല. ചുറ്റുള്ള ആൾക്കാര് സിനിമ നന്നാവണം ഒരേ ആഗ്രഹത്തോടു കൂടി ഒരു അപകടം അല്ലെ? ഞാനന്ന് വേറെ എവിടെ നിൽക്കുമ്പോഴും അപകടം. ഞാൻ അവിടെ നിന്നാണ് ഒരു ഭക്ഷണം കഴിച്ചോണ്ടെങ്കിൽ ഞാൻ ടെലി കൊടുക്കുന്നത്. റിപ്പോർട്ട് ടിവിയിലാ ടോവിനിക്ക് അപകടം പറ്റിയെന്നും പറഞ്ഞ് വാർത്ത കൊടുക്കുന്നേ. അത് പിന്നെ ആ വാർത്ത കുറെ നേരത്തേക്ക് നിന്നത്. അതെ, ഞാൻ വീട്ടിലേക്ക് വിളിച്ചു പറയുന്നതിന് മുമ്പ് വാർത്ത വന്നു. അത് വീട്ടുകാർ വിചാരിച്ചു ഞാൻ നുണ പറയണതാണ്. വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഒരു നുണ പറയണതാണ്. എന്തേ വാർത്തയിലൊക്കെ കണ്ടല്ലോ. അല്ല, അത് എനിക്കിപ്പോഴും ഓർക്കാണ്. ഞാൻ ഈരാറ്റുപേട്ടയിൽ നിൽക്കുന്നതാണ് സംഭവം നടക്കുന്നത്. ശാരീരികമായി ഒരുപാട് അധ്വാനിച്ചൊരു സിനിമയാണ്. ഞാൻ നേരിട്ട് കണ്ട ആളാവ്. അവിടുത്തെ എല്ലാ അതൊക്കെ അങ്ങനെയൊക്കെ അത്രയും ആ പടത്തിന് കാണിച്ച ആത്മാർത്ഥത അതാണ്. വേറെ പണിയൊന്നും അറിയാൻ പാടില്ലല്ലോ. ആകെ നമുക്ക് അറിയാവുന്ന കരുതുന്ന ഒരു ജോലി സിനിമയാണ്. ഇത് പറഞ്ഞപ്പോഴാണ് കഴിഞ്ഞ ദിവസം ലാലേട്ടൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചത്, ലാലേട്ടാ ഈ സിനിമയിൽ നിന്ന് അടുത്ത സിനിമയിലേക്ക് എന്നോട് വേറെ പണിയൊന്നും അറിയില്ല മോനെ, പച്ചരയിന്ന് പോട്ടെ ഭയങ്കരമായിട്ട് ചർച്ച. ഇത് പറഞ്ഞ പോലെ അല്ല, സത്യമാണ്. വേറെ എന്ത് ജോലി സിനിമയ്ക്ക് അറിയില്ലായിരുന്നു, വേറെ എന്ത് ജോലി ആയിരുന്നു എനിക്കൊരു പിടിയില്ല. ഇതുപോലൊരു മേഖല വന്നു കഴിഞ്ഞ് വേറൊരു പണിക്ക് പോകാന്ന് പറയുന്നത് നമ്മളെ കൊള്ളാത്തതുകൊണ്ടാണെന്നേ പറയത്തുള്ളൂ. പെട്ടെന്ന് നമുക്ക് സിനിമ കിട്ടുക എന്ന് പറയുന്നത് ഇത്രയും 10,000-കണക്കിന് ആളുകൾ സിനിമയിലില്ലേ. അതിൽ ഒരു സിനിമ ഉണ്ടാകുമ്പോൾ അതിലൊരു കഥാപാത്രത്തിന് നമ്മുടെ പേര് ഓർക്കുക എന്ന് പറയുന്നത് ആ ഭാഗ്യം ആദ്യം ഉണ്ടാകേണ്ടത് അല്ലേ? തീർച്ചയായിട്ടും. നമ്മൾ എത്രയോ എനിക്ക് ഇതുവരെ സിനിമ വന്ന എല്ലാ കൺട്രോളർമാരും വൈകുന്നേരങ്ങളോ അല്ലെങ്കിൽ ചില വിശേഷം എന്നാണ്ട് വിശേഷം ഞാൻ പറയുന്ന കമന്റാണ്, ഞാൻ റേഷൻ കാർഡ് ഒന്ന് തിരിച്ചു വെക്കാൻ വന്നതാണ്. നമ്മൾ റേഷൻ കാർഡ് ചെല്ലുമ്പോൾ ആദ്യം കൊണ്ട് റേഷൻ കാർഡ് വെക്കും, അടുത്ത ആൾ വെച്ചാൽ നമ്മുടെ അടിയിലായി പോകും. നമ്മൾ തിരിച്ചു വെക്കാൻ വേണ്ടി വിളിക്കുന്നതാണെന്ന് പറയും. അപ്പൊ അത് ശരിക്കും അതൊരു വിളി വെച്ച് ഒരു 2 ദിവസം ഒരു 5 ദിവസത്തെ പണി നിർത്തിയാലേ എന്റെ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. ഇപ്പം നമ്മുടെ നാട്ടിലെല്ലാം സിനിമാക്കാരൻ എന്ന രീതിയിൽ അറിയപ്പെടാൻ തുടങ്ങി. അപ്പൊ എല്ലാ ഭാരങ്ങളും അതുപോലെ
വന്ന് നേരത്തെ 50 രൂപയൊക്കെ പിരിവ് കൊടുത്താൽ മതിയായിരുന്നു. ഇപ്പം അത് പോരാ. അവന് നമ്മളിപ്പോൾ 50 കൊടുത്തതായിരിക്കും ഇപ്പോഴും. അതുകൊണ്ട് പറഞ്ഞു അവൻ പഴയ ഇത് മാറിയിട്ടില്ല, മാറിയ സ്വഭാവം ഇപ്പോഴും നമ്മുടെ ഇല്ലെന്നുള്ള കാര്യം. അപ്പൊ അതാണ് അത് പിടിച്ചു നിൽക്കുക. സിനിമയിൽ എത്തുക എന്ന് പറയുന്നത് സിനിമയിൽ എത്തുക എന്ന് പറയുന്നത് ഭയങ്കര പണിയാണ്. നിൽക്കുകയും നമ്മളെ എത്താൻ എളുപ്പമാണ്. ഞാൻ നോക്കിയിട്ട് എത്താൻ എങ്ങനെയെങ്കിലും എത്തി. അല്ല അങ്ങനെയല്ല, ഒരു സീനിലെങ്കിലും എത്താൻ എളുപ്പമായിരിക്കും. 2-3 സിനിമയിൽ അഭിനയിച്ചതിന്റെ കോൺഫിഡൻസിലാണ് എത്താൻ എളുപ്പമാണെന്ന്. നിൽക്കുന്നില്ലല്ലോ. അല്ല ഞാൻ പറഞ്ഞല്ല, നമുക്ക് എത്താൻ ചിലപ്പോ ഒരു സുഹൃത്ത് പോലെ ശരാശരി ഒരു ചെറുപ്പക്കാരിയെ സംബന്ധിച്ചിടത്തോളം സിനിമയിലേക്ക് എത്തുക എന്ന് പറയണത് എന്റെ അനുഭവത്തിൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല കേട്ടോ. ഇതൊരു ഈ സ്ട്രഗിൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും എത്തിയാലും എന്നുള്ളതാണ്. എത്തുമ്പോ തീരും പ്രശ്നങ്ങളെല്ലാം എത്താൻ ചിലപ്പോ ഒരു കൂട്ടുകാർ നമ്മുടെ സുഹൃത്ത് പോലെ സിനിമയുടെ ക്ലൈമാക്സ് പോലെയാണ്. ശുഭം എഴുതി കാണിക്കും, അത് കഴിഞ്ഞ് ഒരു ഒരുമിച്ച് ജീവിക്കണ്ടേ. ശരിയാണ്. കുറെ സിനിമകളായി അല്ലെ ചെയ്തു വെച്ചാണ് വേഷങ്ങളൊക്കെ ആളുകൾക്ക് അമ്പരിപ്പിക്കുന്നതിലും ചിന്തിപ്പിക്കുന്നതിലും കുറെ വേഷങ്ങൾ ചെയ്തു. എല്ലാ സിനിമകളും നമ്മളിങ്ങനെ വാച്ച് ചെയ്തു പോകണം. ഈ സിനിമയിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ അത്തരം ഒരു വെറൈറ്റി ഒരു പോലീസ് അന്വേഷണ ഉദ്യോഗസ്ഥനായി അല്ലെ ചെയ്തു വെച്ച കഥാപാത്രത്തിൽ ഒത്തിരി വ്യത്യസ്തമായ ഡയലോഗുകളും സീനുകളും ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. എങ്ങനെ എൻജോയ് ചെയ്തു? ഇതൊരു സീരിയസ് കഥാപാത്രമാണ്. നമുക്ക് കോള് വരുന്നു, ഫസ്റ്റ് തന്നെ എസ് ഐ ആയിട്ട് ടോയ് ബ്രോ എന്ന് പറയുന്നു, ഡേറ്റ് ചോദിക്കുന്നു, എടുത്തിട്ട് ആവശ്യമില്ലാത്ത. പിന്നെ നമുക്ക് അതിനെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. കുറച്ചു നേരത്തെ പറഞ്ഞാൽ നമുക്കൊരു ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തില് ഒരു റിസ്ക് ഇല്ലാണ്ട് നമുക്ക് സുഖമായിട്ട് അഭിനയിക്കാൻ പറ്റിയൊരു സമയം. ഇപ്പൊ വലിയ കാര്യങ്ങളൊന്നും നമ്മൾ അന്വേഷിക്കേണ്ടാന്ന്. നമ്മുടെ ഒരു കൂടെ പോലീസ് എന്ന് പറയുമ്പോ അതും മാത്രം പിടിച്ചാൽ മതി. അപ്പൊ നമുക്ക് ഒരു ടെൻഷൻ ഇല്ലാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പരിപാടി ഇപ്പോ. അപ്പൊ അത് നമ്മള് നല്ലോണം ആസ്വദിക്കുന്നു. പിന്നെ നമ്മള് ഡ്രൈവറുടെ കൂടെ നമ്മള് 100% വിശ്വാസത്തോടുകൂടി നമ്മൾ ഇറങ്ങി അവസാനം വരെ നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. മറ്റേ മുന്നൊക്കെ നമ്മൾ ചെയ്യും 2 സീൻ ചെയ്യുമ്പോൾ എന്നാലും നമുക്ക് പറ്റാവുന്ന രീതിയിലൊക്കെ എന്തെങ്കിലും ചെയ്യാറുണ്ട്, ശ്രമിക്കാറുണ്ട്. പക്ഷെ ഇത് നമുക്ക് ത്രൂ ഔട്ട് കിട്ടിയൊരു ഭാഗ്യം. അങ്ങനെ ഒരു സിനിമ ഇതായിരിക്കും എനിക്ക് തോന്നുന്നു. അല്ല, അതിന് മുന്നേ ഞാൻ ചെയ്തു തങ്കം. അത് കഴിഞ്ഞിട്ട് ബ്രോയപ്പുള്ളവരുടെ ഉള്ള പടത്തിലൊക്കെ അഭിനയിക്കും. ഒരു നായകനായിട്ട് വലിയ ആൾ നിൽക്കുമ്പോൾ ഞങ്ങൾ ഈ വടംവലിക്കാരുടെ പുറയിൽ ഒരാൾ നിൽക്കില്ല, വടം ചുറ്റിപ്പിടിക്കാൻ. ആ ആളായിട്ട് നമ്മൾ കാണും. ഞങ്ങൾ വലിച്ചൊലിച്ച് കൊടുക്കും, ഫുൾ ടൈറ്റ് ചെയ്തോളൂ. കാരണം അപ്പൊ അങ്ങനെ ഒരാൾ ധൈര്യമായിട്ട് പുറയിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പിടിച്ചു കൊടുക്കുന്നതിനെ ടൈറ്റ് ചെയ്യാൻ ഒരാളുണ്ടല്ലോ പറയും. ആ ധൈര്യമാണ് നമുക്ക് ഇങ്ങനെയുള്ളവരുടെ കൂടെ അഭിനയിക്കുമ്പോൾ ഉണ്ടാകുന്നത്. ഇവിടെ എനിക്കും അങ്ങനത്തെ ഒരു ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ക്രൂ, പ്രൊഡ്യൂസറും റൈറ്ററും എല്ലാരും അങ്ങനെ ഒരാളുടെ തലയിൽ വെച്ചിട്ട് പോകുന്ന പരിപാടി ഈ സിനിമയിൽ അങ്ങനെ ഉള്ളപ്പോഴാണ് ടോയ് നമുക്ക് ശരിക്കും എൻജോയ് ചെയ്ത് അഭിനയിക്കാൻ പറ്റുള്ളൂ. എത്രയോ സിനിമകൾ ചെയ്തു അല്ലേ. ഇപ്പൊ നേരത്തെ പറഞ്ഞു എനിക്ക് ഒരു റിസ്ക്കും ഇല്ലായിരുന്നു. റിസ്ക് എടുത്ത് എത്രയോ സിനിമകളുണ്ട്. അതിൽ നിന്ന് ആ വാക്കിൽ നമുക്ക് എടുക്കാം. ഇപ്പൊ പിന്നെ റിസ്ക് ഒന്നും ഇല്ല. എനിക്ക് ഒന്നുമില്ല. ഇഷ്ടമുള്ള സിനിമയൊക്കെ ചെയ്യുന്ന ഹാപ്പി അല്ലേ. എന്താ റിസ്ക്? നല്ല സിനിമയാണെങ്കിൽ ഓടും, നല്ല സിനിമ അല്ലെങ്കിൽ ഓടില്ല. പ്രഷർ കൃത്യമായിട്ട് വിധി എഴുതുന്നവരാ. അല്ല, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഈ നമ്മൾ സിനിമ കാണാൻ പോകുമ്പോൾ വീട്ടിൽ നിന്ന് കഥ എഴുതാതെ പോകാതെ കുറച്ച് ഇഷ്ടപ്പെടും. ഈ പോസ്റ്റർ കാണുമ്പോഴും ട്രailer കാണുമ്പോഴും ഒക്കെ ഓരോരുത്തർ കഥയും ഉണ്ടാക്കും. ഓടിക്കുന്നു, നമുക്ക് അതും പക്ഷേ അതും ആസ്വാദനത്തിന്റെ ഭാഗമാണ്. അത് കണ്ടിട്ട് അതുപോലെ ഞാൻ എഴുതിയ പോലെ വന്നില്ലെന്ന് പറയുന്ന കാര്യമുണ്ടോ? അപ്പൊ അതാണ് എന്റെ പ്രശ്നം. അവർ ചെന്ന് കണ്ടതിന് ശേഷം, സിനിമ കണ്ടതിന് ശേഷം അതേക്കുറിച്ച് ഇത് വീട്ടിൽ നിന്ന് നമ്മൾ ഉദ്ദേശിച്ച പോലെ മാറുന്ന കാലഘട്ടത്തിൽ മാറുന്ന ആസ്വാദനമാണ്. പോവുള്ളൂ. അഡ്വാൻസ് ആണ് ഇപ്പൊ എല്ലാം. ഒരു ട്രെയിലർ ഇറങ്ങുമ്പോ അതിന്റെ വിധി നിശ്ചയിക്കാൻ പറ്റുന്ന, പിന്നെ ഇത് മാറുന്ന കാലഘട്ടത്തിന്റെയും മാറുന്ന ആസ്വാദനത്തിന്റെയും അല്ല, എന്നും ഒരു സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് നമുക്കറിയില്ലല്ലോ, പ്രേക്ഷകർ തീരുമാനിക്കില്ല. അത് സിനിമ തുടങ്ങിയ കാലം മുതൽ അങ്ങനെയല്ലേ. നമുക്ക് ഉറപ്പുള്ള എത്ര സിനിമകളുണ്ടാവും. അങ്ങനെയാണെങ്കിൽ അങ്ങനത്തെ സിനിമ മാത്രം ചെയ്താൽ പോലെ എല്ലാവരുടെയും കരിയറിൽ ഒരു ഫെയിലിയർ എങ്കിലും ഇല്ലാത്ത ആർട്ടിസ്റ്റുകൾ ഉണ്ടാവില്ല. കാര്യം ഇതൊരു ട്രയൽ ആൻഡ് എറർ ആണ്. നമ്മള് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടും എന്ന് നമ്മൾ കരുതുന്ന സിനിമയാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലാണ്ട് നമുക്കൊരു സർവേ എടുക്കാൻ പറ്റുമോ? ഈ സ്ക്രിപ്റ്റ് കൊണ്ടേ കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ ഞങ്ങൾ ഇത് സിനിമ അങ്ങനെ പറയാൻ പറ്റും? ഒരിക്കലും പറ്റില്ല.